യിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായ ഫാദർ ജോജോ വൈദ്യകാരന്റെ തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് നമ്മളുടെ പ്രതിനിധി സൂരജ് സജീവ് ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്ന ആശങ്ക? ഫാദർ ജോജോ കുടുംബാംഗങ്ങളുമായി സംഭവത്തിന് ശേഷം ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും അതിനുശേഷം കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ളവർ ഈ കുടുംബത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് കുടുംബം ഫാദറുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ്. എന്താ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്? വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അവരൊത്തിരി ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഒരു പരിപാടിക്കവിടെ പോയിരിക്കുകയായിരുന്നു. ഇറങ്ങിയപ്പോൾ രാത്രി 9 മണിയായി. അത് കഴിഞ്ഞ് അവർ പോയിരുന്ന വഴിക്ക് അവരെ വഴിയിൽ കുറച്ച് ആൾക്കാർ 19 പേര് വഴിയിൽ പതിയിരുന്ന് ആക്രമിക്കാൻ നോക്കിയെന്നാണ് പറഞ്ഞത്. ഒരു മതാധ്യാപകനുണ്ട്, അയാളെ ഒത്തിരി ഉപദ്രവിച്ചു. ഇവരെ കാറിൽ വന്നിട്ട് ഇവരെ പിടിവലിക്കുണ്ടായി. അവരെ മൊബൈലൊക്കെ എടുത്തെന്നാണ് പറഞ്ഞത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും പോലീസ് വന്നു, അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താ? ഒക്കെ ആയിരിക്കുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ അവിടെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ മേലധികാരികൾക്കൊക്കെ അവർ ഇത് കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സംഭവം ഉണ്ടായി, അവരറിയിക്കേണ്ടതല്ലേ, ഇനി അറിയിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും കളക്ടർക്ക് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത് കൊടുത്തെന്നാണ് പറഞ്ഞത്, അറിയിപ്പ് കൊടുത്തെന്നാണ് പറഞ്ഞത്. കേസെടുക്കണം എന്നുള്ളതാണോ നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന ഈ വിഷയത്തിൽ? ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ട് നാളെ നിങ്ങളിത് പറഞ്ഞില്ല എന്ന് ചോദിക്കരുതല്ലോ, പറയരുതല്ലോ. അതുകൊണ്ട് അവർ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണ്ട. എന്തായാലും അത് പറഞ്ഞിട്ടുണ്ട്, ഇതിലിപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കട്ടെ. നാളെയും ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത്. അങ്ങനെ കാര്യം ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. എങ്കിലും അവർ ഒത്തിരി മർദ്ദനേറ്റു. അയാളുടെ ബൈക്കൊക്കെ നശിപ്പിച്ചു, വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറി, ഒത്തിരി അയാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. ഫോണൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അത് വണ്ടിയിൽ നിന്ന് കിട്ടി പിന്നീട്. പക്ഷെ വേറെ അച്ഛൻ്റെയും പിന്നെ ഒരാൾക്കൊന്നും കിട്ടി, ഇതില്ല, അപകടം ഏറ്റില്ല, അയാൾക്കൊന്നും ഫോൺ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിജയകുമാർ, ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റ് കൂടി ചേരുകയാണ്. എന്താണ് നമ്മളെ പിന്തുണ പ്രഖ്യാപിച്ചെത്തിയതാണ് കുടുംബം? അല്ല, തീർച്ചയായിട്ടും ഇത് വലിയൊരു സംഭവമല്ലേ. നമ്മളെ സംബന്ധിച്ച് അന്യനാട്ടിൽ പോകുന്നവർക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെയാണ് മുമ്പ് ഒരു വൈദികനെ ജബൽപൂരിലുണ്ടായത്, ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ദുർഗിലുണ്ടായത്. ഇതിപ്പോൾ നിരന്തരമായ ഒരു സംഭവങ്ങളായിട്ട് വരില്ലേ. അപ്പോൾ ആരായാലും ഭയപ്പെട്ടു പോവില്ലേ. ഭരണഘടന എന്നൊക്കെ നമ്മൾ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, പക്ഷെ അതിലെ അവകാശം. ഫാദർ ജോജോയുടെ തൃശ്ശൂരിലെ വീട്ടിൽ നിന്നാണ് സൂരജ് സജീവ് ചേർന്നത്. അവിടെ തൃശ്ശൂർ DCC അധ്യക്ഷനൊക്കെ പിന്തുണ അറിയിക്കാൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഫാദർ ജോജോ കുടുംബാംഗങ്ങളുമായി നേരത്തെ സംസാരിക്കുകയും ചെയ്തു.